അതാണ് സംഭവം. അതായത് നായ ഛർദ്ദിച്ചത് തന്നെ, ഇതേതാണ് നായ എന്ന് പറയണത്? ഈ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്ന ഒരു സ്വഭാവമാണ് നായ്ക്കുള്ളത്. ഇത് തന്നെ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആളിനെയാണ് ബൈബിൾ നായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഒരിക്കൽ കർത്താവിൻ്റെ ഉടമ്പടിയിലൂടെ നീ വന്നു, സാക്ഷ്യങ്ങൾ പറഞ്ഞു, വിശുദ്ധ ജീവിതം നയിച്ചതിന് ശേഷം വീണ്ടും അവയാൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്ത് നീ വീണ് പോയാൽ ആരാണ് നീ നായയാണ്. എന്താണ്? തെറ്റുകൾ ആവർത്തിക്കുന്നു. സുഭാഷിതം എന്താ പറയണത്? 26:11 ഫോഷൻ തെറ്റുകൾ ആവർത്തിക്കുന്നു, അവൻ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണെന്ന്. അപ്പം നിങ്ങൾ വിട്ടുപേക്ഷിച്ച തെറ്റുകളെ, തിന്മകളെ ഉടമ്പടി കാലത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ആവർത്തിച്ചാൽ ദൈവതിരുസന്നിധിയിൽ ഛർദ്ദിച്ച് തിന്നുന്ന നായയെപ്പോലെയാണ്. ഛർദ്ദിച്ചതിന് നായക്കുള്ള കുഴപ്പം എന്താണ്? മക്കളുടെ അപ്പം കിട്ടത്തില്ല. മക്കളുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവനാസാനം. മക്കളുടെ അപ്പത്തെക്കുറിച്ച് മാത്രം നമ്മൾ ബൈബിളിനോട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവന് അവൻ മരിക്കുകയില്ല. അതാ സംഭവം. മക്കളുടെ അപ്പം എന്ന് പറയുന്നത് എന്താണ്? നിത്യജീവനാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉടമ്പടിയുടെ ഒരു അത്ഭുതകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഉടമ്പടി വയറ്റിലേക്ക്, ഉടമ്പടി സിൽവർ ഗ്രേഡിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിനോടുള്ള മനുഷ്യനുള്ള സ്നേഹത്താൽ സ്വീകരിച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളം കാണാത്ത ദൈവത്തിൻ്റെ തിരുമനസ് നിങ്ങളറിയാത്ത ഭക്ഷണം. യോഹന്നാൻ 4:32 അവൻ പറഞ്ഞു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതായത് ഇന്ന് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമരക്കാരുമായിട്ടുള്ള യേശുവിൻ്റെ അതായത് ഡിസ്കോഴ്സാണത്, സമരിയൻ ഡിസ്കോഴ്സ്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പേരെയും. അപ്പോൾ ഇന്നലെ എൻ്റെ കപ്പേരസ് എന്നോട് പറയണേ, എൻ്റെ അച്ഛ ഈശോയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ വെളുപ്പിലിരുന്ന് കരഞ്ഞു പോയെന്ന്. ഞാൻ വിളിച്ചു എന്നാ പരിപാടി? അതല്ല അച്ഛാ, ആ സമരക്കാരിയെ വിശ്വാസത്തേക്ക് വിളിക്കാൻ വേണ്ടി ഈശോ 12 പേരെയും പറഞ്ഞു വിട്ടില്ലേ? ഒരാൾക്ക് എന്തിനാ ഭക്ഷണം മേടിക്കാൻ 12 പേരെയും പറഞ്ഞു വിട്ടത്? ഞാൻ തന്നെ വിളിച്ചു പോയി. കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവൻ വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റ് നിന്നൊരു കണ്ണീര് ചൊരിയുന്നു. ആരെക്കുറിച്ച് ഓർത്തിട്ടാ? മക്കളെക്കുറിച്ച് ഓർത്തിട്ടല്ല, ഭാര്യയെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തില്ല, കർത്താവിനെക്കുറിച്ച് ഓർത്തിട്ട്. ഒരു വിശുദ്ധിയിലേക്കൊരു വ്യക്തിയെ വിളിക്കാൻ വേണ്ടി ആ മനുഷ്യൻ ചിന്തിച്ചപ്പോൾ പറയുന്നത്, അയാളോട് ഈശോ പറയുന്നത് ഞാൻ 12 പേരെയും പറഞ്ഞു വിട്ടായിരുന്നെന്ന്. എന്തിനാണ്? ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ ഏൽപ്പിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവരോട് പറയേണ്ടതല്ലേ. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ള കേൾക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഞാൻ അവളോട് പറഞ്ഞതാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ് മകളെ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താവ് ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അവളെ ഒരു കൗൺസിലിംഗ് കർത്താവ് കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, താൻ ചെയ്ത കാര്യങ്ങൾ തന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാവരുടെയും പ്രശ്നം അതാണ്. എന്താണ്? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു അനുഭവമാണ് ശരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി, ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലോകത്ത് 600 കോടി മനുഷ്യരുണ്ടെങ്കിലും ഞാൻ മാത്രമേ ഉള്ളെങ്കിലും എന്നെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ദൈവം എത്രയോ വലിയവനാണ്. ആ ദൈവത്തെക്കുറിച്ച് സ്നേഹത്തെ ഓർക്കുമ്പോഴാണ് ശരിക്കും അനുതാപം ആരംഭിക്കുന്നത്. അനുതാപം ആരംഭിക്കുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരിക്കലും ഞങ്ങൾ പാപത്തെക്കുറിച്ച് ഇങ്ങനെ 1 2 3 4 എന്ന് പറയത്തില്ല. എന്താ പറയണം? ഞങ്ങൾ അനുതാപത്തെക്കുറിച്ച് പറയും. അനുതാപത്തെക്കുറിച്ച് എന്താ പറയണത്? അനുതാപം ഒരു പ്രോഡക്റ്റാണ്. എന്തിൻ്റെയാണ്? ദൈവസ്നേഹത്തിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ പത്രം കൊടുക്കുമ്പോഴും കർത്താവേ എനിക്ക് കൊടുക്കാനേ പറയും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് കണ്ട് വായിക്കാൻ പറ്റണില്ല, പക്ഷെ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടി ഞാനിത് കൊടുക്കുമ്പോൾ എൻ്റെ പരാധീനത കൂടി അവരെ പരിഹരിച്ചിട്ട് അവർ വായിച്ചിട്ട് നിന്നെ അറിയാൻ ഇടയാക്കണേ. അങ്ങനെ ഉള്ളിൽ പ്രാർത്ഥനയോടുകൂടിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിക്കാം. സാക്ഷ്യങ്ങൾ പറയുന്നവരുടെ ദൈവസ്നേഹത്തിൽ നിലവാരം നിങ്ങൾ ശ്രദ്ധിക്കണം. വല്ലാത്ത നിലവാരമുള്ളവരാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യം പറയണത്. അങ്ങനെ വരുമ്പോൾ
ദൈവസ്നേഹം മുന്തുന്ന അനുസരിച്ച് കൊണ്ട് അനുതാപം നിരന്തരമായിക്കൊണ്ടേയിരിക്കും. നിരന്തര അനുതാപം അത് പ്രോസസ്സാണ് മരണം വരെ. അതാണ് പത്രോസൊക്കെ ഹി വെൻറ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി എന്നൊക്കെ പറയുമ്പോഴും ഗ്രീക്കുകാരൻ പറയും കാറ്റാഫിലയോൺ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. മരണം വരെ കരഞ്ഞൊരു മനുഷ്യനാണ് കർത്താവിൻ്റെ താക്കോല് കിട്ടിയ അധികാരം കിട്ടിയ ആൾ. അയാൾ പഠിച്ച ആളല്ല, അയാൾ മരണം വരെ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പത്രോസ് പോയിക്കൊണ്ടേയിരുന്നു. അനുതാപത്തിൽ നിന്ന് അനുതാപത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബെഥനിയിലെ മറിയത്തിന് സംഭവിച്ചത്. മറിയം ദാഠ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. കാര്യം മറിയം യേശുവിൻ്റെ വലിയ ആളായിരുന്നല്ലോ. യേശു വീട്ടിൽ വന്നപ്പോൾ മാർത്ത ഭയങ്കര ബഹളമൊക്കെ കാണിച്ച് കർത്താവിന് വേണ്ടി ഭക്ഷണം ചെയ്യുമ്പോഴും മറിയം കർത്താവിൻ്റെ മുഖത്ത് നോക്കി കർത്താവിൻ്റെ വചനം കേട്ട് അവിടെ ഇങ്ങനെ സാഗൂതം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ഇൻറ്റിമസി ആയിരുന്നു. പക്ഷേ ആ വചനം കേൾക്കാൻ തന്നെ അവൾക്ക് ത്രില്ലടിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് അവളിൽ നിന്ന് മാറ്റപ്പെടുക. വചനം കേൾക്കാനുള്ള അഭിനിവേശവും അഭിഷേകവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാർത്ത ബഹളം ഉണ്ടാകുമ്പോൾ പറയും, കർത്താവ് പറയും, ഐ എം സോറി മാർത്ത, ഇവൾക്കിത് അഭിഷേകമായിട്ട് കിട്ടിയിരിക്കുന്ന വചനം, അത് അവളിൽ നിന്ന് മാറ്റപ്പെടത്തില്ലെന്നാണ് തോന്നണമെന്ന് പറയും. അത് ദൈവം കൊടുത്തൊരു വരമാണ്. ദൈവം ആ വരം തിരിച്ചെടുത്താൽ മാത്രമേ അവൾ അടുക്കളയിൽ പോയി ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ ദൈവം ആ വരം തിരിച്ചെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ ജോലി തന്നെ പെട്ടെന്ന് കൂട്ടിയിട്ട് കറികളുടെ എണ്ണമൊക്കെ കുറച്ചിട്ട് നീയും വന്ന് എൻ്റെ കൂടെ ഇരിക്കും ഇവിടെ പോയി, അതാണ് എനിക്കിഷ്ടമെന്ന് ഈശോ പറയും. എന്ത് രസമാണ് ആ ഡിസ്കോഴ്സ് കേൾക്കാൻ, മനോഹരമാണ് ശരിക്കും. അപ്പം അത് ഞാനത് പറയാം. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ടതേ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മകളെ തനിച്ച് വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അവൾ ബേസിക്കായിട്ട് നല്ലവളാണെന്ന് തോന്നുകയാണ്. അതാണ് ഈ ബേസിക്കായിട്ട് നല്ലവനാകണമെന്ന് എപ്പോഴും നല്ലതാണ്. എന്നുവെച്ചാൽ ഒരു അവസരം വന്നാൽ ദൈവത്തിന് വേണ്ടി നാം ഒരു നിലപാടെടുക്കുന്നവരാണ് ബേസിക്കായിട്ട് നല്ലവർ. അപ്പം അങ്ങനെ അതുകൊണ്ട് അവരോട് അത് പറയുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സംസാരം തീരണില്ല. കാര്യം ഇത് വലിയൊരു നീണ്ട കഥയാണല്ലോ. അപ്പോൾ 10 ദിവസം ഭക്ഷണം കൊണ്ട് വന്നിട്ട് അകലെ നിൽക്കുകയാണ് വെയിലത്ത്. ഞാൻ ആ കിണറ്റിൽ പോയിട്ടുള്ളതാണ്. കർത്താവ് ഇരുന്ന് സംസാരിച്ച കിണർ ഇപ്പോഴും ഉണ്ട് സമരയൊക്കെ. അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര മഞ്ഞ നിറവാണ്. അവിടെ വെള്ളമൊന്നുമില്ല, കിണറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളമില്ലാത്ത കാരണം മരുഭൂമി പോലുള്ള സ്ഥലമാണ് സമരിയയിൽ യാക്കോബിൻ്റെ കിണർ. അവിടെ ഇരുന്നാൽ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കിണറിൻ്റെ അരികിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്ത് കഷ്ടമാണ്. ഒരു ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഈ കിണറ്റിൻ്റെ കരയിൽ 43 ഡിഗ്രി ചൂടാണ് അപ്പോൾ ഉള്ളത്. അപ്പൻ്റെ ടെമ്പറേച്ചർ 43 ഡിഗ്രിയാണ്. ആ ചൂടിൽ ഇവളെയും ഇവളോട് സംസാരിക്കാൻ നിൽക്കണം കർത്താവ്. എന്ന് വെച്ചാൽ അതുപോലെയുള്ള ജനലക്ഷങ്ങളാണ്, ഇനി കോടികളാണ് ഭൂമിയിലേക്ക് വരുന്നത്. അവർക്കെല്ലാം വേണ്ടിയുള്ള കർത്താവിൻ്റെ കരുതലും കാത്തു നിൽപ്പുമെന്ന് വെച്ചാൽ നമ്മളൊക്കെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. എന്നിട്ട് സംസാരം തീരാത്തപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പത്രോസ് പറയും, ഗുരു ഭക്ഷണം. അപ്പോൾ പത്രോസിനോട് ഈശോ പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയും. അപ്പോൾ പത്രോസിനത് സുവിശേഷം മനസ്സിലാകത്തില്ല. പത്രോസ് ആരെങ്കിലും കൊണ്ടുവന്ന് നമ്മളെക്കാൾ നേരത്തെ ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചേർത്ത് തന്നെ വന്ന് ഭക്ഷണം കൊടുത്ത് കാണുമായിരിക്കും. പക്ഷേ സംസാരം എല്ലാം പിരിഞ്ഞ് പോകുമ്പോൾ അവൾ പെട്ടെന്ന് നാട്ടിലിട്ട് പോയിട്ട് വലിയ സുവിശേഷ വേലയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. അതിനുള്ളിൽ കർത്താവ് പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താ എൻ്റെ ഇഷ്ടം? എൻ്റെ ഭക്ഷണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ അടയാളങ്ങളില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു നീല ഉടമ്പടിക്കാരും ചാര ഉടമ്പടിക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അടയാളങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ കാര്യം അറിയാമോ? ആ ഒരു മച്ചൂരിലേക്ക് ഉടമ്പടി ചെല്ലുമ്പോൾ ദൈവ ഇഷ്ടം അന്നു വേണ്ട ആഹാരം ഡെയിലി ബ്രെഡായിട്ട് നമ്മളതിൽ കഴിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കും. അനുദിന ജീവിതത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥ. ഇപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം ബീന വിജയൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:51 മർക്കോസ് 10:51. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് ഒരു അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണ്. അന്ധനെ കാണുമ്പോൾ ഈശോ ചോദിക്കണത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ അവരെന്ത് പറയും? എനിക്ക് കാണണമെന്ന് പറയും. അപ്പം നമ്മൾക്ക്
പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ബീന വിജയൻ എന്താ കർത്താവിനോട് ചോദിച്ചത്? എനിക്ക് ജോലി വേണം, പക്ഷെ ഞാൻ ടീച്ചറാണ്, എനിക്ക് രാവിലെ പോകണം, എൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്, വൈകുന്നേരം വരണം. അങ്ങനെ ഒരു നേഴ്സിന് ജോലി കിട്ടുക, പക്ഷേ എനിക്ക് ജോലി തരണം, എനിക്ക് കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ. അപ്പോൾ ഞാൻ എന്ത് 10:51 പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ത് പറഞ്ഞേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണതല്ലേ, അത് നടക്കും. നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, അത് 10:51 പ്രകാരം നടക്കും. ജപ്തി ആയാലും, സ്ഥലമില്ലെങ്കിലും, പ്രൊമോഷൻ വേണമെങ്കിലും, നിങ്ങളെ പിരിച്ചുവിട്ട കമ്പനി തിരിച്ചെടുക്കണമെങ്കിലും എല്ലാം നടക്കും. നിങ്ങൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യണം? നിങ്ങളെ ഉടമ്പടിയിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് നമുക്കൊരു അന്വേഷണമുണ്ട്. ഉടമ്പടി ഒരു അന്വേഷണമാണ്. എവിടെയാണ്, ഏത് മേഖലയിലാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എനിക്ക് നിറവേറ്റിപ്പോകുക. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ദൈവവചന അനിർപേക്ഷണീയമായ ഒരു ജീവിത പുനഃക്രമീകരണവുമാണ് ഉടമ്പടി ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് വരുമ്പോൾ ഒരു ഭാഗം കഴിയുമ്പോൾ, അടയാളങ്ങളുടെ ഒരു കാലം കഴിയുമ്പോൾ, നമുക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളിൽ നോക്കിയാൽ മനസ്സിലാകും. ബൈബിള് ഒരു 15-ാം അധ്യായം പറയും. മർക്കോസിൻ്റെ സുവിശേഷം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു 18 അധ്യായം ഉണ്ടെന്ന്, 16 അധ്യായമുണ്ട്. 16 അധ്യായം എന്ന് പറയുമ്പോൾ 8 അധ്യായം കഴിയുമ്പോൾ പിന്നെ അത്ഭുതങ്ങളില്ല. യോഹന്നാന്റെ സുവിശേഷം എത്ര ഉണ്ട്? 21 അധ്യായങ്ങളുണ്ട്. ആ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളില്ല. 11-ാം അധ്യായത്തിൽ വെച്ച് ക്ലോസ് ചെയ്യും, ഷഡ് ചെയ്യും. എല്ലാ അടയാളങ്ങളും ഷഡ് ചെയ്യും. ലുക്കാന്റെ സുവിശേഷത്തിൽ അത് തന്നെ സംഭവം. 24 അധ്യായങ്ങളുണ്ട്. 12 അധ്യായത്തിൽ വെച്ച് അടയാളങ്ങൾ ക്ലോസ് ചെയ്യും. അടയാളം ഒരു കാലമാണ്, ദൈവത്തിലേക്ക് നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നൊരു കാലമാണ്. പിന്നെ നമ്മൾ അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം ജീവിക്കും. നമ്മൾ അടയാളമില്ലെങ്കിലും അമ്മയോടൊപ്പം ജീവിക്കും. എന്താ കാര്യം? അടയാളമെന്ന് പറയണത് അന്നു വേണ്ട ആഹാരം പോലെയാണ്. എന്താണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. എന്താണ് കാര്യം? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. ചില കാര്യങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അടയാളം കിട്ടുന്ന വെള്ളിയാണെങ്കിൽ അടയാളം കിട്ടാതെ തന്നെ നിലനിൽക്കുകയും അതേസമയം നീ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ദൈവഹിതമാകുകയും സ്വർണ്ണമാകുകയും ചെയ്യും. അതെന്താ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒരു സാക്ഷ്യം, മെനയെന്നൊരു സാക്ഷ്യം. അവർക്ക് കുറേ 8 കൊല്ലമായിട്ട് മക്കളില്ല. മെനയെന്നത്തെ സാക്ഷ്യമാണ്. 8 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഈ ശാസ്ത്രീയമായ മേഖല നോക്കിയിട്ട് അവർക്ക് മക്കളില്ല. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ അന്ന് തന്നെ അവർ ആ ആഴ്ചത്തിന് അവർ പ്രഗ്നൻ്റ് ആകും. പക്ഷെ എത്രയാണ്? ആ 8 കൊല്ലത്തെ കുടിശ്ശിക അരിയറും തീർത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലം ഒരു കൊച്ചിനെ പ്രസവിക്കണമെങ്കിൽ അതിനെ വളർത്തി പാലുകുടി മാറണമെങ്കിൽ എന്നെ 2.5 കൊല്ലം വേണമല്ലോ, അല്ലേ? അപ്പോൾ 3 പിള്ളേർക്ക് എത്ര കൊല്ലം വേണം? 2.5 വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 8 കൊല്ലം വേണം. അപ്പോൾ 8 കൊല്ലം പിള്ളേരില്ലായിരുന്നിട്ട് 8ാമത്തെ കൊല്ലം ഉടമ്പടി എടുത്തപ്പോൾ 3 പിള്ളേർ ഒരുമിച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഒറ്റ ആശുപത്രി കിടപ്പേ ഉള്ളതിൻ്റെ അത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കൊച്ചിനും പോയി ആശുപത്രി കിടക്കണ്ടേ? 1 ലക്ഷമോ 1.5 ലക്ഷമോ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം പോലെ അപ്പോഴപ്പം മുടക്കണം. ഇത് ഒറ്റ ആശുപത്രി കിടപ്പം 3 പിള്ളേർ 8 കൊല്ലം ഒന്നിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഈ സാക്ഷ്യം ആവർത്തിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എല്ലാ കൊല്ലവും ഇങ്ങനെ 3 കുഞ്ഞുങ്ങൾ 12 കൊല്ലം മക്കളില്ല, 12ാമത്തെ കൊല്ലം 4 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പ്രസവിക്കും. ആ പഴയ സാക്ഷികൾ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ ഇത്രയും നാളിലെ കുരിശുകയും അരിയറും ചേർത്ത് ഒരുമിച്ച് തരാൻ ദൈവത്തിന് കഴിയും. 4 ആശുപത്രി കിടപ്പും 4 പ്രസവ ലീവിന് പകരം ഒറ്റ പ്രസവ ലീവും ഒറ്റ ആശുപത്രി കിടപ്പും ഒറ്റ തവണ തീർപ്പാക്കും. കണ്ട് ഇത് ദൈവത്തിന് കഴിയണതാണ്. അതാണ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യും. പക്ഷേ ഇതൊക്കെ ദൈവം ചെയ്യണത് കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമാണ്. അതായത് ദൈവം ഒറ്റത്തവണ തീർപ്പാക്കിയിട്ട് ഇത്രയും നാളിൽ നിൻ്റെ കണ്ണീരിനെല്ലാം ഒറ്റ ഉത്തരം തരും. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആണ് ഈ വിഷയത്തിൽ. ദൈവം ഇത്രയും നല്ലവനായിട്ടും ദൈവം ഇത്രയും കൃത്യമായിട്ടും ദൈവം അരിയറ് ചേർത്ത് കുടിശ്ശിക സഹിതം കൊടുക്കുമ്പോഴും
ആ വ്യക്തിക്ക് ദൈവത്തിലേക്ക് നിനക്ക് 4 കുഞ്ഞുങ്ങളെ കിട്ടി. ഈ 4 കുഞ്ഞുങ്ങളും നീ വളർത്തി വഴിപിഴച്ചവളാക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ എന്താണ്? 4 ആത്മാക്കൾ ജന്മങ്ങൾ നിൻ്റെ കൈ കിട്ടി പാഴാകത്തില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. മക്കളില്ലെന്നല്ല നീ പറയേണ്ടത് ദൈവത്തോട്. ഒരു കുഞ്ഞിനെ തന്നാൽ ഞാൻ ദൈവത്തിൻ്റെ മകനെ എൻ്റെ രക്തസാക്ഷിയായി നിന്നാലും ശരി, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കുഞ്ഞിനെപ്പോലെ വളർത്തുമെന്ന് നീ പറയണം. അത് പറയാൻ നീ തയ്യാറാണെങ്കിൽ നീ ഇങ്ങനെ മിഷ്യം പോലെ പ്രസവിക്കും. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിനെ എനിക്കറിയാം. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളെ കണ്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ദൈവത്തിന് ഒന്നും പഞ്ഞമില്ല. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് 6:36 ലൂക്കാൻ്റെ സുവിശേഷം. ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ നമ്മുടെ സ്വഭാവത്താണ് ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ദൈവസ്വഭാവത്തിലേക്ക് കൺവേർഷൻ സംഭവിക്കണം. ഇതിനാണ് നിരന്തര അനുതാപം എന്ന് പറയണത്. നിരന്തര അനുതാപം എന്ന് പറയുമ്പോൾ അമളി പറ്റിക്കഴിഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാകണം. അനുതാപം തുടങ്ങണത് സമ്മതിക്കാൻ തയ്യാറ്. ഇപ്പോൾ കാനംകാരിയോട് കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പോൾ അവളെന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് മൈ റൈറ്റ് മൈ ലോർഡ്, ഐ ആം എ ഡോഗ്. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ തന്നെ വീണ്ടും അനുതാപമില്ലാതെ വീണ്ടും ഞാൻ നായി ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തന്നെ എന്ന് പറഞ്ഞാൽ ചെയ്ത് തെറ്റ് തന്നെ പിന്നെയും ചെയ്യണ ആളാണ് ഞാനൊരു നായയാണ്. അതാണ് സംഭവം. അതായത് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നായെ ഛർദ്ദിച്ചത് തന്നെ, അത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. നായ്ക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്ത് തെറ്റ് തന്നെ തെറ്റാണെന്ന് തന്നിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും, അച്ഛനായാലും കപ്പലായാലും കർത്തനായാലും ആരായാലും, ഇനി കത്തോലിക്കനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരും നായ തന്നെയാണ്. തെറ്റുകൾ ആവർത്തിക്കണമെങ്കിൽ അവൻ ഒരു നായയാണ്. അതൊക്കെ നായ ഛർദ്ദിച്ചത് തന്നെ. പിന്നെ ഇപ്പം അനുതാപം എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ കൂടിയാണ്. അനുതാപത്തിൻ്റെ ആരംഭം എവിടുന്നാണ് തുടങ്ങണത്? ആദ്യമേ തന്നെ അതിൻ്റെ ABCD എന്ന് പറയുന്നത് തെറ്റുകൾ ആവർത്തിക്കാത്ത അവസ്ഥ. കൃപാസനത്തിൽ പരിശുദ്ധ കുർബാന കൈമാറ്റം ചെയ്യുമ്പോൾ അതിക്ക് മുമ്പ് മനസ്താപനം ചെലുത്തിരിക്കും. എന്താ കാര്യം? മേലിൽ പാപം ചെയ്യില്ലെന്നും അതാ പറയണേ. അതിനകത്ത് ഏറ്റവും വലിയ സംഭവം എന്താണ്? നമുക്കറിയാമല്ലോ, നല്ല കുമ്പസാരത്തിനുള്ള കാര്യങ്ങൾ ഒന്നെന്താണ്? മേലിൽ പാപം ചെയ്യാതിരിക്കുന്നതാണ്. അത് അക്രൈസ്തവനായാലും ക്രൈസ്തവനായാലും പഴയ തെറ്റുകൾ ആവർത്തിക്കത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞാൽ അന്ന് മുതൽ ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നാൽ പണ്ട് ചെയ്തു വന്നിരുന്ന പാപങ്ങളെ ആവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ അവൾ പറഞ്ഞ ഇതാണ്, കർത്താവ് ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. ഞാനൊരു നായയാണ്, എനിക്ക് അവകാശമില്ല. ഞാൻ തെറ്റുകൾ തന്നെ വീണ്ടും ചെയ്ത തെറ്റുകൾ തന്നെ പിന്നെ ചെയ്യണതാണ്. പക്ഷേ ഇനി ഞാൻ ഞങ്ങൾക്ക് ഒരു അവകാശമുണ്ടല്ലോ നിൻ്റെ മുമ്പിൽ. അപ്പോൾ എല്ലാം സമ്മതിക്കും, തൻ്റെ അവസ്ഥകളെ സമ്മതിക്കും, അത് തിരിച്ചറിയും. ഇവിടുത്തെ പ്രോബ്ലം എന്താണ്? നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കണമല്ലേ പ്രശ്നം. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്നല്ലേ എല്ലാവരും പറയണത്. അതാണ് കുഴപ്പം മുഴുവനും. ഉടമ്പടിയുടെ കുഴപ്പമെന്ന് പറയുന്ന ബോധ്യം. 4ാമത്തെ ബോധ്യം എന്താണ്? ഞാൻ ഓക്കെയാണ്. എന്നെക്കാൾ വിശുദ്ധനോ എന്നെക്കാൾ നല്ല മനുഷ്യനോ ലോകത്തില്ല. അപ്പം നമ്മളുടെ വശം നീതീകരിച്ചു കൊണ്ട് അവസാനം വരെ നമ്മൾ നിൽക്കും. എല്ലാവരുടെ സംസാരം, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവരുടെ സംസാരത്തിലും സ്വയം നീതീകരണം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അനുതാപമില്ലാത്ത അവസ്ഥ തന്നെയാണ്. സ്വയം നീതീകരിക്കണം. പക്ഷേ നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാരെന്നാണ്. നമ്മൾ ഓക്കെയാണ്, അവരാണ് കുഴപ്പക്കാർ. പക്ഷേ കാര്യം എന്താ പറയണത്? ഞാൻ ഓക്കെ അല്ല കർത്താവേ, അത് ശരിയാണ്, അങ്ങ് പറഞ്ഞ ശരിയാണ്. മറിയവും ഈ അനുതാപത്തിലേക്ക് ആ കാനംകാരി കടന്നു വന്നപ്പോഴാണ് മക്കളുടെ അപ്പം എടുത്ത് അവൾക്ക് കൊടുത്തത്. നിത്യജീവൻ ഉൾപ്പെടെയുള്ള ദൈവാനുഗ്രഹങ്ങളിലേക്ക് അവളെ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടയാളം. ഇപ്പോൾ എന്തുമാത്രം നോൺ ക്രിസ്ത്യൻസാണോ ഉടമ്പടി എടുക്കണത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മകളെ കെട്ടിക്കാനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന്? നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ സ്ഥലം വിൽക്കാനാണ് കർത്താവ് ഉയർപ്പിക്കപ്പെട്ടതെന്ന്? നിങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിനും പങ്കാളികളായിട്ട് ഉടമ്പടിയിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ടെങ്കിൽ ദൈവിക ലക്ഷ്യമെന്നാണ് തിരിച്ചറിയണം. എന്താണ് കാര്യം? നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, നിത്യത വരെ അങ്ങനെ കൊണ്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, കർത്താവേ
കർത്താവേ, അനുതാപത്തിന്റെ നീണ്ട സമയ സഞ്ചാരങ്ങളിലെ വളർച്ച എന്ന് പറയണത്. അപ്പോഴത് നമുക്ക് ചില വിഷയങ്ങൾക്ക് അഭിഷേകം കിട്ടാം, ചില വിഷയങ്ങൾ നമ്മൾ അത് ഇല്ലാതിരുന്ന കാലത്തേക്കാൾ, അത് ഉണ്ടായിരുന്ന കാലത്തേക്കാൾ ഇല്ലാത്ത കാലത്ത് ഉള്ളതിനേക്കാൾ മെച്ചമായ ആന്തരികമായ സന്തോഷം ലഭിക്കും. ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ കാണാത്ത നിധികളുള്ള സ്ഥലമാണ്. ക്രിസ്തീയ ആധ്യാത്മികത ഈശോ നിധി എന്നാണ് വിളിക്കണത്, ട്രഷർ. അത് ഗോപനം ചെയ്താൽ, അത് കണ്ടെത്തിയാൽ പിന്നെ അത് ഗോപനം ചെയ്യണം, മറച്ചു വെക്കണം, പോയി തനിക്കുള്ളത് വിൽക്കണം, ആ നിധി വാങ്ങണമെന്ന് ഈശോ 13 മർക്കോസ് മത്തായി 13 പറയണത്. ഞാൻ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ തന്നെ ഉദാഹരണം, ഇപ്പോൾ കാനം കാര്യം എന്താ സംഭവിക്കുന്നത്? അയാൾ പറഞ്ഞു ദാറ്റ് ഈസ് റൈറ്റ് മൈ ലോർഡ്, അത് ശരിയാണെന്ന് പറഞ്ഞു. കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണെന്നാണ് എല്ലാവരും പറയണത്. അങ്ങനെയല്ല, ഞാൻ ശരിയാണ്, കർത്താവാണ് തെറ്റെന്ന് പറയും. കാനം കാര്യം എന്താ പറയണത്? ഞാൻ തെറ്റാണ്, അങ്ങ് ശരിയാണ്. ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം ശരിയാണെന്ന് പറയണം, അല്ലാതെ വായിക്കുമ്പോഴല്ല. വായിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. ഉടമ്പടി നിങ്ങൾ വന്ന് എടുത്തെങ്കിൽ അതിൻ്റെ അരമണിക്കൂർ വചനം വായിക്കാൻ വേണ്ടി നിയമമുള്ളതാണ്. നിങ്ങൾ വചനം വായിക്കാതെ ഉടമ്പടി ഉപ്പും അടിച്ച് മാറ്റിക്കൊണ്ട് ഇവിടുന്ന് 4 കാലം വീണ് ഓടിയാൽ ഈ സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. ഇവിടുന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യാൻ പറ്റാത്തവർ ഉടമ്പടി എടുക്കരുത്. അത് ദൈവത്തെ പറ്റിക്കാൻ വേണ്ടിയും വൈദ്യപ്പഴപ്പിന് വേണ്ടി വരുന്നവരാണ്. അപ്പം അതുകൊണ്ട് ആരെടുത്താലും ആരെടുത്താലും ഉടമ്പടി അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും വചനം വായിച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയണത് 5 മിനിറ്റ് ഇടപെട്ട്, ഇപ്പോൾ 5 മിനിറ്റ് വായിച്ചാൽ പിന്നെ വൈകുന്നേരം 5 മിനിറ്റ് വായിച്ച് കിടക്കാൻ നേരത്ത് 5 മിനിറ്റ് വായിച്ചാൽ അങ്ങനെ വായിക്കാം. ഒറ്റയടിക്ക് വായിക്കണമെന്നില്ല നിങ്ങളുടെ സമയം, പക്ഷേ വചനം വായിച്ചിരിക്കണം. അത് എക്സോർവായി ആരുടമ്പടി എടുത്താലും ഞങ്ങൾക്കത് ബാധകമല്ലെന്നൊരു കാര്യമില്ല. ഉടമ്പടി നിങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ ഉടമ്പടിയിലുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും നിങ്ങൾക്ക് ബാധകമാകണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടി നിയമങ്ങള് നിബന്ധനകള് പൂർണ്ണമായും നിറവേറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. അത് ശരിയാണെന്ന് പറഞ്ഞു, അവിടെയാണ് അനുതാപം. നീ പറഞ്ഞത് ശരിയാണെന്ന് പറയണത്. നമ്മുടെ ജീവിതമല്ല ശരി, കർത്താവിൻ്റെ വചനമാണ് ശരി. ഇനി കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം പുനഃക്രമീകരിക്കുമെന്നാണ് കാനംകാരി പറഞ്ഞത്. അപ്പോൾ അവിടെ മകൾ സുഖം പ്രാപിച്ചു. അടയാളങ്ങൾ ദൈവം നൽകണത് ദൈവവചനം ശരിയാണെന്ന് നമ്മുടെ ജീവിതത്തിലെ വചനം നിറവേറ്റിക്കൊണ്ട് സാക്ഷ്യം പറയും, സാക്ഷ്യപ്പെടുത്തി ജീവിക്കുമ്പോഴാണ് ദൈവം അത് ശരിയായിട്ട് അംഗീകരിക്കണത്. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബദനിയായിലെ മറിയം ചെയ്യണത്. ബദനിയായിലെ മറിയത്തിന് ഒരു തെറ്റ് പറ്റി. എന്താ തെറ്റ്? അവൾ കർത്താവിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വചനം ചുമ്മാ കേട്ടോണ്ടിരിക്കണതാണ് കാര്യമെന്നാണ് അവൾ വിചാരിച്ചത്. വലിയ ആനക്കാര്യമായിരിക്കും വചനം വായിച്ചുകൊണ്ടിരിക്കണതും കേട്ടുകൊണ്ടിരിക്കണതും. പക്ഷെ മാർത്ത അവളുടെ ചേർത്തി മാർത്തായ്ക്ക് വചനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അത് നിയമപരമായിട്ട് അവൾ ജീവിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയണത് ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണതാണ് വലിയ കാര്യമെന്ന് അവൾ പറയണത്. ഇത് രണ്ട് എക്സ്ട്രീമാണെന്നാണ് ഈശോ പറയണത്. ഉത്തരവാദിത്തങ്ങളും ചെയ്യണം, വചനം നിറവേറ്റുകയും ചെയ്യണം, വചനം വായിക്കുകയും ചെയ്യണം, വചനം കേൾക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് നീയും വന്ന് വചനം കേൾക്കാൻ പറയണത്. പക്ഷേ എന്നാ പറ്റി? ഒരു ഇഷ്യൂ ആ കുടുംബത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ തൂണും തുണയുമായി നിന്ന ലാസർ അവരുടെ ആങ്ങളെ തന്നെ രോഗിയായി നോക്കുമ്പോൾ എന്താ പറ്റി? അടുത്തിരുന്ന മറിയം പറയും രോഗിയായതുകൊണ്ട് അവർ ആദ്യം ഈ ലാസറിന് രോഗം വന്നിട്ട് മറിയം മൈൻഡ് ചെയ്യില്ല. എന്താ കാര്യം? ആണും തൂണും തടിയും തൻ്റെടിയുമായിട്ട് നിൽക്കണത് ആരാണ്? ദൈവം അവിടെ കൂടെ ഉണ്ട്, ഈശോ ഉണ്ട്. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയും കടൽ വീഞ്ഞാക്കിയും നടന്നവൻ. അങ്ങനെ ഒത്തിരി ബയോഡേറ്റ ഉള്ള ക്രിസ്തു അവളുടെ ഒരു കുടുംബ സുഹൃത്തിനെ പോലെ ഉണ്ട്. ദൈവമായിട്ട് ആവശ്യമില്ലാത്ത സ്വകാര്യ ബന്ധം ചില ആൾക്കാരുണ്ടാക്കും. കർത്താവിൻ്റെ പ്രാണനാണ്, സുഹൃത്താണ്, മണ്ണാങ്കട്ടിൻ്റെ ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് 2 പെങ്ങന്മാരുണ്ടായിരുന്നു, ഒന്ന് മാർത്ത ഒന്ന് മറിയം പറഞ്ഞു കർത്താവിൻ്റെ ഫ്രണ്ടാണെന്ന്. കർത്താവ് പറഞ്ഞു ഒട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു ഫ്രണ്ടുമില്ല, അങ്ങനെ റിലേഷൻ ഇല്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ദൈവമായിട്ട് നമുക്കൊരു മാനുഷികമായ ഫ്രണ്ട്ഷിപ്പല്ല ഉള്ളത്, ദൈവവും ദൈവത്തിന് മക്കളും എന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമുക്കുള്ളത്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന വിഷയമെന്ന് പറയണത്, ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മളത് എപ്പോഴും അണ്ടർ ടെസ്റ്റിംഗ് ആണ്. നീ ദൈവത്തിൻ്റെ എന്ത് റിലേഷൻ്റെ നിലവാരത്തിലാണെങ്കിലും
ദൈവം പറയും എനിക്ക് ടെസ്റ്റ്, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയും. അങ്ങനെ ലാസറിന് പണി കൊടുക്കണത്. ലാസർ ചത്ത് മലക്കും. അപ്പോൾ ഇവിടെ നിലവിട്ട് പോകും. ആരുമില്ലല്ലോ ഇപ്പം. കർത്താവിന് വേണ്ടി ആഹാരം ചെയ്താണ് ഇവർ ഒരു വർഷം മുഴുവനും. കർത്താവിനെ കൊണ്ടിരുന്ന് വചനം പങ്കുവെച്ചതാണ് മറിയാം. ഒരു കഥയുമില്ല, കർത്താവില്ല, ആരുമില്ല. ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊണ്ടുവരാൻ, ആര് വരാൻ, ചത്ത് ചീഞ്ഞ് അടക്കി തീർന്ന്. എന്നിട്ടില്ല, അവസാനം ഇവരെല്ലാം ഡൗണായി. പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, കർത്താവ് വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇവിടെ ഇരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്കൊരാവശ്യമില്ല ഉള്ളപ്പോൾ ആരുമില്ലല്ലോ. അതാ നമുക്കൊരാവശ്യമുള്ളപ്പോൾ ആരുമില്ലല്ലോ. അതായത് എപ്പോൾ ടെസ്റ്റിംഗ് ടൈം എപ്പോഴും നിൽക്കാൻ മനസ്സിലാക്കണം. കർത്താവുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്തു, നമ്മൾ എന്ത് കർത്താവുമായിട്ട് ബന്ധമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഫുൾ ടൈം കോൺസെൻട്രേറ്റഡാണ്, ഫുൾ ടൈം കോൺസെൻട്രേറ്റഡാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു ടൈം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണത്. കർത്താവിന് മുമ്പിൽ എനിക്ക് തന്നൊരു ദാനമാണ്. ഒരു ടൈം പോലും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല, വേസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. എല്ലാം സുവിശേഷത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും സാംസ്കാരിക കലാവിധങ്ങൾക്ക് വേണ്ടിയും സഭയോട് ബന്ധപ്പെട്ട സമൂഹത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ്, ഒരു സമയം കളയത്തില്ല. പക്ഷേ എനിക്ക് ഇത്രയും കൃത്യമായിട്ട് സുവിശേഷ വേലയായിട്ട് ജീവിച്ചിട്ടും എനിക്കെന്തെല്ലാം പ്രോബ്ലംസാണ് ഉള്ളത്. എനിക്ക് ന്യായമായി ദൈവം തരേണ്ട ഒരു കാര്യം തന്നിട്ടില്ല. ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്, അതിന് എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ സന്തോഷമായി. ഇപ്പം നിങ്ങൾ ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് ഉടമ്പടി, ദൈവത്തിന് വേണ്ടി തന്ന കാര്യമാണ് നിങ്ങൾ, അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലും ആരോഗ്യത്തോടെ ചെയ്യാൻ വേണ്ടി ദൈവം അനുവദിച്ചിട്ടില്ല. എന്താ കാര്യം? ഒരു കൈ കർത്താവിനെ പിടിച്ചുകൊണ്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നോട് കാണിക്കാത്ത കാര്യം നിങ്ങളോട് കാണിക്കുമോ? എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കാണിക്കാൻ പറ്റില്ലെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ഇതൊരു മനസ്സിലാക്കേണ്ട സത്യമാണ്. നമ്മൾ ദൈവത്തിൽ അടുക്കുമ്പോൾ, ആൾക്കാർ ദൈവത്തിൽ അടുക്കണത് എന്താണ്? നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകരുത്, അത് വേണ്ടിയാണ് ദൈവത്തിൽ എടുക്കുന്നത്. നാളെ പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പട്ടി കടിക്കരുത്, അതിനാണ് കുടുംബപ്രാർത്ഥന നടത്ത്. എന്താ കുടുംബപ്രാർത്ഥന? അല്ലെങ്കിൽ വല്ല അബദ്ധം ഉണ്ടാകും, വല്ല അപകടം ഉണ്ടാകും. അപ്പോൾ ഈ പേടിച്ചിട്ടാണ് കുടുംബപ്രാർത്ഥന നടത്തുന്നത്, അല്ല ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല. പല അണ്ണന്മാരും പള്ളിയിൽ പോണതും പല അണ്ണന്മാരും കുടുംബപ്രാർത്ഥന നടത്തേണ്ട കാര്യം എന്താണ്? നമുക്ക് പണി കിട്ടല്ലേ കർത്താവേ, നമുക്ക് പണി തരുന്നത് കേട്ടോ, പണി തരാതിരിക്കാൻ വേണ്ടിയാണേ. അത് ദൈവത്തിന് അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യണത്. അങ്ങനെയല്ല, ദൈവത്തിനെ സ്നേഹിച്ചിട്ട് ചെയ്യണതിലേക്ക് നീ ഒരു ടെസ്റ്റ് തരും. അപ്പം ടെസ്റ്റ് തന്നപ്പോൾ എന്ത് പറ്റി? ടെസ്റ്റിൽ മറിയാൻ തോറ്റു. മാർത്ത, വചനം കേൾക്കാത്ത മാർത്ത അപ്പഴും പിടിച്ചു നിന്ന്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ചീഞ്ഞപ്പോൾ ആൾ വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്, ചീഞ്ഞ ആൾ. ആ കുഴിമാടത്തിന് പുറത്ത് വരെ മണമാണ്, അടുക്കല്ലേ എന്നാണ് ശിഷ്യന്മാർ പറയണത്. ഇപ്പം കർത്താവ് അവിടെ വന്ന് നിൽക്കണമെന്ന് കണ്ടപ്പോൾ മറിയാൻ പറഞ്ഞു, വരിയെ പോവുക ചേട്ടാ നമുക്കെന്താണ്, വരിയെ പോവുക ചേട്ടാ നമുക്കെന്താണ്. കാര്യം നമുക്ക് വരാനുള്ളതിനെല്ലാം വരാനുള്ള വഴി തങ്ങുക, പോകാനുള്ളവൻ പോയി. ഇനിയിപ്പോൾ ആര് വന്നിട്ട് എന്ത് കാര്യം, പോയിട്ട് എന്ത് കാര്യം? മറിയം പോയില്ല, മറിയം തോറ്റു ആ പരീക്ഷയ്ക്ക്. മാർത്തായാണ് ഇടിച്ചതിൽ കയറണത്. മാർത്തായതിന് അവിടെ ചെന്നിട്ട് പറയുവേ, എന്താണ്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഒരു വചനം കേൾക്കാത്ത പാർട്ടിയാണ്, പക്ഷേ വിശ്വാസ ജീവിതം കറക്റ്റാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. പക്ഷേ നീ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം നിനക്ക് നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. അതാണ് മാർത്തയുടെ വിശ്വാസം. വല്ലാത്ത വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോമോളനോട് പറഞ്ഞ്, ഇവളെ പഠിപ്പിച്ച ആരോ ഉണ്ടാക്കി വിളിച്ച് പറഞ്ഞ്, ഗ്രീക്കിൽ എഴുതിയിരിക്കണത് കർത്താവേ, നീ ലോകത്തിലേക്ക് വരുന്ന മിശിഹായാണെന്ന് ഞാൻ പണ്ട് വിശ്വസിച്ചിരുന്നെന്നാണ്, ഇപ്പം വിശ്വസിക്കണില്ലെന്നാണ് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, നീ ചെന്ന് ആ മരമണ്ടനോട് ചോദിക്കുക, എന്താ ചോദിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിള് അതനുസരിച്ച് തിരുത്തുക? ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ട് ഇവന്മാർ വേറെ കാര്യം പഠിപ്പിക്കുമ്പോൾ ഇവന്മാർ ദൈവത്തിനെതിരെ സംസാരിക്കുകയല്ലേ, വിശ്വാസത്തിനെതിരെ ഇവരുടെ അക്കാഡമിക് ജാട കാരണം ആധ്യാത്മിക തകർച്ച ഉണ്ടാക്കുകയല്ലേ. ഇവരാർക്കും ഉത്തരവാദിത്തം കൊടുത്തത്? ഞാനിവിടെ ശരിക്കും പൂശി. എന്താ കാര്യം വെച്ചാൽ, കർത്താവിൻ്റെ വചനത്തിൽ എഴുതിക്കുന്നത് നമുക്ക് വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ലത്. മർക്കോസ് എന്താ പറഞ്ഞത്? മാർത്ത എന്താ പറഞ്ഞത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം? നീ ദൈവത്തോട് ചോദിക്കണത്, അത് നിങ്ങൾ പറയണം.
നീ എന്ത് തകർന്നാലും തരിപ്പണമായാലും പറയണം, മാർത്തായെപ്പോലെ പറയണം, നീ ദൈവത്തോട് ചോദിക്കണത് എന്തും നീ ദൈവത്തോട് ചോദിക്കണം, ഇപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന. അപ്പോൾ ഈശോ പറയും. ഈ വിശ്വാസം ഈ ക്രൈസിസ് ടൈമിൽ എല്ലാം തീർന്ന് തല്ലിപ്പെരക്കി വാടക വീട്ടിൽ നിന്ന് അവിടെ നമ്മളെ ചവിട്ടി ഇറക്കി നമുക്കെതിരെ കേസുമായി. അപ്പോഴും പറയും, കർത്താവേ നീ ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് ഇപ്പോഴും എനിക്കറിയാം എന്ന് നമ്മൾ പറയാം. 100,000 അനുഭവങ്ങൾ, ജനകോടികളും ജന്മാന്തരങ്ങളും അവരുടെ യേശുക്രിസ്തുവിനെ അവർ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മനുഷ്യന് മറക്കാനാവാത്ത, ഒരിക്കലും ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത പല ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാർത്തായെപ്പോലെ ദൈവപൈതലിനെ പറയാൻ കഴിയണം, എന്താണ്, നീ എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ തകർന്ന് തരിപ്പണമായി, ഐ ആം റെഡ്യൂസ്ഡ് ഇൻടു 0 പക്ഷേ ദൈവത്തോട് നീ ചോദിക്കണത് എന്തും ഇപ്പോഴും നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അതാണ് വിശ്വാസം. അപ്പോൾ സംസാരിക്കും കർത്താവ്, എന്താണ്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യെസ്. അപ്പോൾ പറഞ്ഞു, യെസ് മൈ ലോർഡ്, യെസ് അവൻ ഉയർത്തെഴുന്നേൽക്കും. എങ്ങനെയാണ്? അവൾ പറഞ്ഞ കാറ്റഗിസത്തിൽ അവൾക്കറിയാം, എന്താണ്, അന്തിമ നാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പം അവൻ ഉയർപ്പിച്ച് തരണമെന്നല്ല മാർത്ത പറയണത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിത്യജീവന് വേണ്ടി വിശ്വസിക്കുന്നുവെന്ന്. അപ്പോൾ ഈശോ പറയും, മാർത്ത, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം, നീ ഇത് വിശ്വസിക്കുന്നു. യെസ് മൈ ലോർഡ്. അപ്പോൾ അവൾ പറയും, യെസ് മൈ ലോർഡ്. ഈ ശവത്തിൻ്റെ നാറിയ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ ശവക്കാറ്റടിക്കുമ്പോൾ അവൾ പറയും, യെസ് മൈ ലോർഡ്, നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോ കൈ ഉയർത്തി, ലാസറസ് കം ഔട്ട്. അവൻ കൈ ഉയർത്തിക്കൊണ്ട് പറയും, ലാസറേ പുറത്തു വരാൻ. ഈ വിശ്വാസത്തിന് മുമ്പിൽ നീ അകത്ത് നിന്നിട്ട് എനിക്ക് കാര്യമില്ലെന്ന് പറയും. നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു, ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ പുറത്ത് വരണം. ദൈവവേദനേ, നീ തകർന്ന് തരിപ്പണമായാലും, പരാജയത്തിൻ്റെ ഹവമാണത്തിൽ നീ അടക്കപ്പെട്ടിട്ട് നിന്നെ ചീഞ്ഞ മണം പുറത്ത് വന്നാലും, അപ്പോഴും നീ യേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ നിന്നെ കർത്താവ് മൃതത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ മഹാത്ഭുതം കാണാൻ വേണ്ടി കർത്താവ് ആളെ വിട്ട് അവളെ വിളിച്ചതാണ്. വന്നില്ല അവൾ. കർത്താവിനറിയാം, ഈ മരണം, ഈ രോഗം മരണകാരണമല്ല, മറിച്ച് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാനാണ്. ആ വചനം കേട്ട വഷളിനെ കർത്താവ് ആളേച്ച് വിളിപ്പിച്ചതാണ്. അവൾ വന്നില്ല. അപ്പോൾ അവൾ എന്ത് കഠിനമുള്ള സംഭവമാണത്. പക്ഷെ ആ പാവപ്പെട്ട വചനം കേൾക്കാത്ത മാർത്ത വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് അവളെ വിളിപ്പിച്ചിട്ടാണ് അവളോട് ഇത് സംസാരിച്ചു. എന്നിട്ടാണ് കർത്താവ് ഉയർപ്പിച്ചത്. പക്ഷെ അതല്ല എൻ്റെ വിഷയം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അവളും കണ്ടില്ലേ കർത്താവ്, അവളും പറഞ്ഞത് തന്നെയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. എല്ലാവരുടെയും പ്രശ്നം അതാണല്ല, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്ന്. നീ ഉണ്ടായിരുന്നില്ല, അങ്ങനെ സംഭവിച്ചു. എന്നാലും സുവിശേഷം നിൻ്റെ വീണ്ടെടുപ്പിന് ഒരു വാതിൽ തുറന്നിടുന്നുണ്ട്. അതാ സംഭവം. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. ശരി, സംഭവിച്ചു. നീ ഇല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അവസാന വാക്കല്ല. നിൻ്റെ വീണ്ടെടുപ്പിന് ദൈവം ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. ഐ ആം ദ ഡോർ. അതാണ് കർത്താവ് പറഞ്ഞു, ഞാനാണ് വാതിലെന്ന്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ടും കർത്താവ് അവൾ വരാതിരുന്നിട്ടും പിന്നെ അവളെ വിളിച്ചില്ലേ? അതിന് മുമ്പിൽ, ആ സിംഹത്തിന് മുമ്പിൽ ഇവളെ തോറ്റുപോകുക തന്നെയല്ല, കർത്താവ് ആരാണെന്ന് അവൾ കാണുകയും ചെയ്യും. അപ്പോൾ അവൾ എപ്പോഴും പറയും, തോറ്റുപോയി കർത്താവേ, തോറ്റുപോയി, നിൻ്റെ സിംഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് അവളത്, ആ അനുതാപമാണ് ബെഥനിയിലെ മറിയം പിന്നെ ലാസറിൻ്റെ വീട്ടിലെ കർത്താവിനെ വിളിക്കാൻ കാരണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വീണ്ടും പഴയതുപോലെ ലാസറുണ്ടാവും, മാർത്തായുണ്ടാവും, മറിയം ഉണ്ടാവും. യേശുവിനെ വിളിക്കുമ്പോൾ അന്ന് വരെ ചെയ്യാത്തൊരു കാര്യം മറിയം ചെയ്യും. എന്താണ് ചെയ്യണത്? തോറ്റുപോയി കർത്താവേ, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോയെന്ന് പറയാൻ വേണ്ടി ഒരു കുപ്പി നാർദിൻ സുഗന്ധം എടുത്തിട്ട് അവൻ്റെ കാലെ പൂശിക്കൊണ്ടിരിക്കും. അത് അവളുടെ അനുതാപമാണത്. ഒരിക്കൽ യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്. അതാണ് അനുതാപം. അതേ കർത്താവേ, കനങ്കാരി പറഞ്ഞില്ലേ, യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്. ഇപ്പോഴും മറിയം പറഞ്ഞ എന്താണ്? യെസ് മൈ ലോർഡ്, യു ആർ റൈറ്റ്.
ക്രിസ്തു എപ്പോഴും സത്യമായിട്ട് നിൽക്കും. ഏത് തകർച്ചകളിലൂടെ നീ കടന്നു പോയാലും നിന്നെ വീണ്ടെടുക്കാൻ അവസാനത്തെ വാതിൽ തുറക്കാൻ വേണ്ടി ക്രിസ്തു വരും. അപ്പോഴും നീ ഇടയ്ക്ക് കർത്താവിനെ തള്ളിപ്പറയരുത്. കാര്യം അനുതാപം എന്ന് പറയണത് നിരന്തരമായ ക്രിസ്തുവിനെ എല്ലാ സാഹചര്യങ്ങളിലും അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നിത്യതയിലേക്കുള്ള യാത്രയാണ്. ഇത് കണ്ടപ്പോൾ വാട്ട് വേസ്റ്റ് അയാൾ കിടന്ന് കാറി. ആരെയാണ്? യൂദാസ്. എന്താ വാട്ട് വേസ്റ്റ്? എന്ത് ഇത്? 300 ദിനാറയില്ലേ, ഒരു വർഷത്തെ മുഴുവൻ കൂലിയാണ്. ഇത് പാപങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ല ഞാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കണവരില്ലേ? ബൈബിൾ പഠിക്കുന്നവർ ധ്യാനകേന്ദ്രങ്ങൾക്ക് പകരം വീട് വെച്ച് കൊടുക്കാൻ പറയുന്ന ആൾക്കാരില്ലേ? എല്ലാ കാലത്തും ഉണ്ടാവും. പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. യുവദാസന്മാർ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷേ അതിന് പകരം നമുക്ക് വീട് വെച്ച് കൊടുക്കാം, മക്കളെ കെട്ടിച്ച് കൊടുക്കാം, പക്ഷേ അത് സുവിശേഷത്തിന് പകരമാകത്തില്ല. അപ്പോൾ അത് സുവിശേഷത്തിന് പകരമാകാത്ത കാരണം യുവദാസിനോട് ഈശോ അഡ്രസ്സ് ചെയ്യും. അവനോട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനാണ് അഡ്രസ്സ് ചെയ്യത്തില്ല അവനോട്, മിണ്ടാതിരിക്കുകയുള്ളൂ. നമുക്കെന്തിനാണ് ഈ പറഞ്ഞോട് സംസാരിക്കേണ്ട ആവശ്യം? വൈ യു ഷുഡ് വേസ്റ്റ് മൈ ടൈം. പക്ഷേ എല്ലാവർക്കും വേണ്ടി കർത്താവ് അവനോട് സംസാരിക്കും. എന്താ പറഞ്ഞത്? ജൂഡാസ്, എൻ്റെ നീ അത്ര നെഞ്ചുവേദന എടുക്കേണ്ട കാര്യമൊന്നുമില്ല കരുതി. നീ വലിയ റാഷണാലിറ്റി കളിച്ചിട്ടും നാട്ടുകാരുടെ മുമ്പിൽ വലിയ സാമൂഹ്യ പരിഷ്കർത്താവേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ഇത് ചെയ്തതെന്ന് നീ കരുതി വെച്ചാൽ മതി. വണ്ടി വിട്ടേക്കാൻ പറയും. എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ കാര്യം? നീ അതിനെ മനസ്സിലാക്കേണ്ട കാലങ്ങളാണ് നിനക്ക് വരാൻ പോണത്. എൻ്റെ സുവിശേഷം എവിടെയെങ്കിലും പറയുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 26:13 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. അപ്പൊ ഇത് നാർദിൻ സുഗന്ധതൈലം കെട്ട് വിറ്റ് പെണ്ണ് കെട്ടിക്കണതും പെണ്ണുങ്ങളെ കെട്ടിക്കണതും മക്കളെ കെട്ടിക്കണതും ജോലി വാങ്ങിച്ചു കൊടുക്കണതും വീട് വെച്ച് കൊടുക്കണതും ഒക്കെ അല്ല പ്രശ്നം. അത് സെക്കൻഡറി ആയിട്ട് ഇതിൻ്റെ ഫലങ്ങളായിട്ട് വരണതാണ്. ആദ്യം വേണ്ടത് എന്താണ്? സുവിശേഷം പ്രചരിക്കപ്പെടണം. ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? സുവിശേഷം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തി. കരുണയുടെ വർഷത്തിൽ കർത്താവ് എനിക്ക് തന്ന വെളിപാട് ഞാൻ അന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറയണത് കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുന്നതുമാണ്. അതുകൊണ്ട് ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുമ്പോഴും നിൻ്റെ പേര് പറയും, വേറെ രീതിയിലാണ് പറയണത്, പക്ഷേ ഇവളുടെ പേര് പറയും. അത് പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിരിക്കും. സുവിശേഷ പ്രഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവളുടെ അനുതാപം ഇനി പ്രഘോഷിക്കപ്പെടാൻ പോകുന്നതെന്ന് പറയും. അവൾക്ക് ചെയ്യാൻ കഴിയണം അവൾ ചെയ്തു. അവളുടെ ചെയ്തതിനെ, അവളുടെ അനുതാപത്തെ ദൈവം അംഗീകരിക്കും. എന്താ കാര്യം? ലാസർ ഉയർത്തപ്പോൾ നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണ്, നീ ദൈവത്തെ മനുഷ്യൻ മരിച്ചാലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണെന്ന് അവൾ നേരിട്ട് കണ്ടപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് മാർത്തായെപ്പോലെ അവൾ ഏറ്റു പറഞ്ഞതാണ്. കർത്താവിൻ്റെ കാലത്ത് പാദങ്ങളിൽ പൂശിയ അനുതാപത്തിൻ്റെ സുഗന്ധതൈലമെന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരമാണ്. കൈയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പക്ഷേ നരകത്തിന് വേണ്ടിയുള്ള അച്ചാരം മേടിച്ചൊരു മനുഷ്യനാണ് ഇയാള്. നരകത്തിന് വേണ്ടിയുള്ള അച്ചാരം, ഇവളെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരം വിട്ട്, പക്ഷെ അവൾ ചെയ്യാനുള്ള ചെയ്തോളാൻ പറഞ്ഞു, ചെയ്യട്ടെന്ന് പറഞ്ഞു. പക്ഷേ നിത്യതയുടെ കൂദാശ സ്ഥാപിക്കുമ്പോൾ ആദ്യം ഒരു സാധാരണ അപ്പം എടുത്തിട്ട് യുവദാസനെ കർത്താവ് പറയും. അപ്പോഴും പറഞ്ഞ വാക്ക് ഇത് തന്നെയാണ്. എന്താണ്? പണ്ട് മറിയത്തിന് വേണ്ടി പറഞ്ഞ വാക്ക് തന്നെയാണ്. നീ ചെയ്യാനുള്ളത് നീയും ചെയ്യുക, അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്ത്. അത് നിത്യതയ്ക്ക് വേണ്ടി ഓഹരിയാവും. ലോകത്തിൽ എവിടെ സുവിശേഷം പ്രസംഗിച്ചാലും അവൾ ചെയ്യുന്ന കാര്യം ഇനി നീ ചെയ്യാനുള്ളത് നീയും ചെയ്യുക എന്ന് പറയും. എന്താ അവൾ ചെയ്യാൻ പോണത്? അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പറയുവേ, അപ്പോൾ രാത്രിയായിരുന്നെന്ന്. എന്താണ്? അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവനിൽ പിശാച് പ്രവേശിച്ചു. അപ്പം എന്ത് സംഭവിച്ചു? അപ്പോൾ രാത്രിയായിരുന്നു. യോഹന്നാൻ 13:30 ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി, അപ്പോൾ രാത്രിയായിരുന്നു. അവൻ കുർബാന സ്വീകരിച്ചില്ല, അവന് കുർബാന കൊടുത്തില്ല. കുർബാന നിത്യജീവൻ്റെ അപ്പമാണ്. അത് കൊടുക്കാനുള്ള അർഹത, സ്വീകരിക്കാനുള്ള അർഹത അവനില്ല. അതൊക്കെ സാധാരണ അപ്പം മുക്കി കൊടുത്തിട്ട് പറഞ്ഞിട്ട് നീ ചെയ്യാനുള്ള എന്താണെന്ന് കർത്താവിന് അറിയാം. എന്താ ചെയ്യാൻ? അത് ഒറ്റ കൊടുക്കാതിരിക്കുന്ന ആളാണ്, തീരുമാനം എടുക്കാതിരിക്കുന്ന ആളാണ്.
തെറ്റായ തീരുമാനം, തെറ്റായ ജീവിതം, ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകും. അപ്പം തന്നെ നീ യൂദാസായില്ലേ? ദൈവത്തിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന് കുത്തിയിരിക്കണ പോലെ ആയില്ലേ? ഞാൻ എന്ത് ഉടമ്പടി എടുത്താലും ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ചിലപ്പോൾ നീ ഭർത്താവിനോട് പറയും, ചില ഭാര്യയോട് പറയും, എന്തുടമ്പടി എടുത്താൽ ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഇവൻ ഏത് കുർബാനയ്ക്ക് കൂടിയാലും ഇവൻ്റെ തീരുമാനം ഇവൻ മാറ്റത്തില്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ട് ഇവന് ഗെറ്റ് ഔട്ട് അടിക്കും കുർബാനയെന്ന്. കുർബാന കർത്താവ് വാഴ്ത്തുന്നതിന് മുമ്പാണ് എല്ലാവരും ധരിച്ചിരിക്കണത് ഇവൻ കുർബാന സ്വീകരിച്ചെന്ന്. അവൻ കുർബാന സ്വീകരിച്ചിട്ടില്ല, കുർബാനയിൽ പങ്കാളിത്തമില്ല. നേരത്തെ പറഞ്ഞു, കാല് കഴുകിയപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ, എൻ്റെ വചനം പോലെ നീ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ആ പങ്കില്ലെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുകയാണ്. അവൻ അപ്പം തന്നെ പോയി. വചനം എന്താ പറയേണ്ടത്? യോഹന്നാൻ പറയും, ആൻഡ് ദെർ വാസ് നൈറ്റ്, ദെൻ ദെർ വാസ് നൈറ്റ്. അപ്പോൾ രാത്രിയായിരുന്നു. രാത്രി നടക്കണം എന്താണ്? അവൻ വീഴുമെന്ന് ഉറപ്പല്ലേ? യുദാസ് ഇറങ്ങിപ്പോകുമ്പോൾ രാത്രിയാണെന്ന് പറയും. എന്തിനാ രാത്രിയാണെന്ന് പറയണത്? അവൻ വീഴാൻ പോണെന്നതിൻ്റെ അർത്ഥം. യോഹന്നാൻ 11:10 എടുത്ത്. യോഹന്നാൻ 11:10. യോഹന്നാൻ 11:10. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു. അപ്പൊ 13:30 എന്താ ഇരിക്കണത്? യൂദാസ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പറയാണ് അപ്പോൾ രാത്രിയായിരുന്നെന്ന്. അതിന് മുമ്പ് തന്നെ ഈശോ പറഞ്ഞ് ഇനി രാത്രി വരാൻ പോകുന്നുണ്ട്, ഒരാൾ രാത്രിയിലോട്ട് ഇറങ്ങി പോകാൻ പോകുന്നുണ്ട്, യവൻ വീഴാൻ പോകണമെന്നാണ്. അതാണ് ഈശോ നേരത്തെ പറഞ്ഞ് 11:10 പറയുന്നുണ്ട് രാത്രി നടക്കുന്ന. ഓർക്കുക, ക്രിസ്തുവിനെ കൂടാതെ നീ നടക്കാൻ തീരുമാനിച്ച രാത്രി നടക്കുന്നവനാണ്. ഇന്നലെ നാളെ വീഴും. ഒരുപക്ഷെ നീ ഇവിടെ വിവരമുള്ളവനാകാം, ഒരുപക്ഷെ നീ അവാർഡ് വാങ്ങിക്കാം, ഒരുപക്ഷെ നീ പണം ഉള്ളവനാകാം. പക്ഷേ നിൻ്റെ നിത്യത രാത്രിയിലാണ്. രാത്രിയിലെ ആ നിത്യതയ്ക്കുള്ള വഴികളിലെ ഇന്നലെ നാളെ നീ തട്ടി വീണിരിക്കും. ദാറ്റ് മീൻസ് നിനക്ക് ഷെയർ ഇല്ലെന്നർത്ഥം. കർത്താവിൻ്റെ ഓഹരിയിലെ ഓർമ്മിച്ച് വേണം. മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, ഡൈവേഴ്സിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവർ, വീണ്ടും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വിസയ്ക്ക് പണം കൊടുത്തവർ, പോകാൻ പറ്റാത്തവർ, തിരിച്ചു വരാൻ പറ്റാത്തവർ, ജയിലിലാകപ്പെട്ടവർ, അങ്ങനെ എല്ലാ മേഖലയുള്ളവർ അത് വിടുതലിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കട്ടെ. ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ